എല്ലാവർക്കും വർക്ക്ഷോപ്പ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ വണ്ടിയൊക്കെ ആയിട്ടിരിക്കേണ്ടായിരുന്നു വിചാരിക്കേണ്ട, ഇത് തന്നെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അതായത് ഹസാർഡ് ലൈറ്റ് ആണിത്. ഹസാർഡ് ലൈറ്റ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലായി വരില്ല. ഹസാർഡ് ലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ 4 ഇൻഡിക്കേറ്റർ ഒരുമിച്ച് ഫ്ലാഷ് ചെയ്യുന്നൊരു ലൈറ്റിനിങ് അറേഞ്ച്മെൻറ്റാണ് ഹസാർഡ് ലൈറ്റ്. അപ്പോൾ ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 4-വേ ജംഗ്ഷനിലൊക്കെ സ്ട്രെയിറ്റ് പോകാനും, പിന്നെ ഇത് മെയിനായിട്ട് കമ്പനി ഇത് ഇറക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർക്കിംഗ് ലൈറ്റ് ആയിട്ടാണ്. അതായത് നമ്മളൊരു ഇരുട്ട് കൂടിയ സ്ഥലത്ത് റോഡ് സൈഡിലൊക്കെ എന്തെങ്കിലും എമർജൻസി ആയിട്ട് ഈ നമ്മുടെ വണ്ടികൾ പാർക്ക് ചെയ്യണമെങ്കിൽ ഈ ലൈറ്റ് ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് വരുന്ന വണ്ടികൾക്ക് അറിയാൻ പറ്റും ഇങ്ങനൊരു വണ്ടി അവിടെ അത്യാവശ്യമായിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അവരതനുസരിച്ച് വഴിമാറി പോകും. അതാണ് ശരിക്കും ഹസാർഡ് ലൈറ്റ് കൊണ്ടുള്ള കമ്പനി അത് ഇറക്കുന്നത് കൊണ്ടുള്ള ഉദ്ദേശം. പക്ഷേ നമുക്ക് ഇത് ഒരു 4-വേ ജംഗ്ഷനിൽ സ്ട്രെയിറ്റ് പോകാൻ, റൈറ്റ് ലെഫ്റ്റ് അല്ലാതെ സ്ട്രെയിറ്റ് പോകാൻ ഹസാർഡ് ലൈറ്റ് ഉപയോഗിക്കാം. അതുകൂടാതെ എമർജൻസി സിറ്റുവേഷനിൽ എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസൊക്കെ ആകുമ്പോൾ എമർജൻസി ആയിട്ട് പോകാനും ഹെഡ് ലൈറ്റൊക്കെ ഇട്ടൊക്കെ പോകണ കണ്ടിട്ടുണ്ടല്ലോ, അപ്പോഴും ഹസാർഡ് ലൈറ്റ് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ ഉപയോഗിക്കാം. അപ്പോൾ സാധാരണ ഈ കാറുകളിൽ 4 വീലറിൻ്റെ മുകളിലേക്കുള്ള വണ്ടികളിലാണ് ഹസാർഡ് ലൈറ്റ് ഷോറൂം കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് ബൈക്കുകളിൽ ഹസാർഡ് ലൈറ്റ് നമുക്ക് സിമ്പിളായിട്ട് തന്നെ സെറ്റ് ചെയ്യാവുന്നുള്ളൂ. ഇതിൽ നമുക്ക് ചിലവെന്ന് പറഞ്ഞാൽ ആകെ ഇതിനൊരു സ്വിച്ച് വെക്കണം, ആ സ്വിച്ചിൻ്റെ ചിലവ് മാത്രമേ ഉള്ളൂ. പിന്നെ പണി സിമ്പിളായിട്ട് എല്ലാവർക്കും സ്വന്തമായിട്ട് ചെയ്യാവുന്ന, ഇതൊന്നും വലിയ കാര്യമുള്ള കേസല്ല. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കംപ്ലീറ്റ് ആയി കാണുക. ബാക്കി കാര്യങ്ങൾ പിന്നെ പറയാനുള്ളത്, കൊറോണയും കാര്യങ്ങളും മറ്റേ ലോക്ക്ഡൗണൊക്കെ ആയതുകൊണ്ട് നമുക്ക് റെഗുലറായിട്ട് വീഡിയോ ഇടാൻ പറ്റണില്ല. വേറൊന്നുമല്ല, സാധനങ്ങൾ വാങ്ങിക്കാനുള്ള അവൈലബിലിറ്റിയാണ് പ്രശ്നം. അപ്പോൾ കടകളൊന്നും തുറന്നിട്ടില്ല, പുറത്തിറങ്ങാൻ പറ്റില്ല. നമുക്ക് ഇപ്പോൾ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമുള്ളൂ നമ്മൾ വീട്ടിലിരിക്കേണ്ടത് എന്ന് വെച്ചാൽ നമ്മളുടെ മാത്രമല്ല നമ്മളുടെ കൂടെ ഉള്ളവരെയും കൂടി സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ വീട്ടിലിരുന്നേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞാൽ പുറത്തിറങ്ങി കറങ്ങാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ വെള്ളിയാഴ്ചയും വീഡിയോ ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് അതില്ലാതിരുന്നാൽ ആരും തെറ്റിദ്ധരിക്കരുത്. എന്തായാലും മാക്സിമം ഞാൻ ഉള്ള സംഭവങ്ങളൊക്കെ വെച്ച് വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന വീഡിയോകളൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതടക്കം അങ്ങനെ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റിയൊരു വീഡിയോ ആയതുകൊണ്ടാണ് ഇപ്പോൾ ഇടുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിൽ പോകാം. അപ്പോൾ നമ്മളിപ്പോൾ ബുള്ളറ്റിൻ്റെ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബുള്ളറ്റിൻ്റെ എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ക്രൂ മാത്രം അയച്ചാൽ ഈ ഹെഡ് ലൈറ്റ് വരും. അപ്പോൾ ഹെഡ് ലൈറ്റിൻ്റെ ഉള്ളിലാണ് ബാക്കി ഇൻഡിക്കേറ്ററിൻ്റെ ലൈനൊക്കെ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ക്രൂ മാത്രം അയച്ചാൽ മതിയാവും. ഗിയർലെസ് വണ്ടികളിലൊക്കെ ആണെങ്കിൽ ഫ്രണ്ടിലത്തെ വലിയൊരു പീസ് തന്നെ അയക്കേണ്ടി വരും. അപ്പോൾ മറ്റു വണ്ടികളാണെങ്കിൽ വൈസറിൻ്റെ ഹെഡ് ലൈറ്റ് ഇരിക്കുന്ന പീസ് അയക്കേണ്ടി വരും. ഇത് ബുള്ളറ്റിൻ്റെ ഇത് ഫുൾ അയക്കരുത്, ഇതൊന്ന് ലൂസാക്കിയാൽ തന്നെ തയ്ഞ്ഞ് പോരുന്നതായിരിക്കും. ഇത് അയച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ആദ്യം തന്നെ ആ ഇൻഡിക്കേറ്ററിൽ നിന്ന് വന്നിരിക്കുന്ന വയർ 2 കണ്ടുപിടിക്കണം. ഇതാണ് ഒരു സൈഡിലെ ഇൻഡിക്കേറ്റർ. ഇതിങ്ങനെ ഒരു ക്ലിപ്പായിരിക്കും. ആ ക്ലിപ്പ് നമ്മൾ എല്ലാ വണ്ടികളുടെയും ഏകദേശം ഇങ്ങനെ ഒരു ക്ലിപ്പായിരിക്കും. ക്ലിപ്പൊന്ന് പ്രസ് ചെയ്ത് പുറത്തേക്ക് വലിച്ചു കഴിഞ്ഞാൽ ഊരിയെടുക്കാവുന്നതാണ്. കപ്ലർ അയച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ കപ്ലറിലും 2 വയറുണ്ടാകും. ഒരെണ്ണം നെഗറ്റീവും ഒരെണ്ണം പോസിറ്റീവും ആയിരിക്കും. അതിൽ പോസിറ്റീവ് വയറാണ് നമുക്ക് എടുക്കേണ്ടത്. പോസിറ്റീവ് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് ഏകദേശം എല്ലാ വണ്ടിയുടെയും ബ്ലാക്ക് കളറായിരിക്കും. ബ്ലാക്ക് അല്ലാതെ ഇതിൽ വയറുണ്ടെങ്കിൽ അതായിരിക്കും പോസിറ്റീവ്. അപ്പോൾ അതാണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പോൾ ഈ ഉള്ളിലത്തെ പിന്ന്, ആ പോസിറ്റീവ് ലൈൻ്റെ ഉള്ളിലത്തെ പിന്ന് നോക്കി വെക്കാം. ആ പോസിറ്റീവ് പിന്നിലേക്ക് നമുക്കൊരു ചെറിയൊരു വയറിൻ്റെ പീസ് ഒന്ന് സ്ലീവ് കളഞ്ഞെടുത്തിട്ട്, ഒന്നെങ്കിൽ നമുക്ക് ആ പോസിറ്റീവ് വയർ ഇതുപോലെ ചെറുതായിട്ടൊന്ന് സ്ലീവ് കളഞ്ഞിട്ട് അതിലേക്ക് പിരിച്ചു വെച്ചാൽ മതി. അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ആ പ്ലഗ് ഉണ്ട്, ആ ഉള്ളിൽ കയറ്റി വെച്ചാലും മതി. അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പോൾ ഓൾറെഡി ഇവിടെ വേറെ കാര്യത്തിന് സ്ലീവ് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് തന്നെ പിരിച്ചു വെക്കുകയാണ് ഞാൻ. അപ്പോൾ പറഞ്ഞതുപോലെ നമ്മുടെ ഒരു സൈഡ് ഇൻഡിക്കേറ്ററിൻ്റെ പോസിറ്റീവ് ലൈനിൽ ഞാനൊരു വയർ പിരിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ രീതിയിൽ വയർ കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിലൊന്ന് ടേപ്പ് ചെയ്ത് വെക്കുക. ടേപ്പ് ചെയ്യൽ നല്ല രീതിയിൽ തന്നെ ചെയ്യണത്. ഷോർട്ട് ആവാനൊക്കെ ചാൻസ് ഉണ്ട്. ഈ മെറ്റലിൻ്റെ എവിടെയെങ്കിലും മുട്ടിക്കഴിഞ്ഞാൽ ഈ ജോയിൻ്റൊക്കെ ഷോർട്ടാവും. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ ടേപ്പ് അടിച്ച് വെക്കുക. ടേപ്പ് അടിച്ച ശേഷം ആ അയച്ച കപ്ലർ തിരിച്ച് അതേപോലെ തന്നെ അവിടെ കുത്തി ടൈറ്റ് ചെയ്ത് വെക്കുക. ഒരു വയറും കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലെ അടുത്ത വയറോട് എടുക്കണം. അപ്പോൾ നമ്മൾ ഇൻഡിക്കേറ്ററിൻ്റെ വേറൊരു വയറോട് എടുക്കണം. അപ്പോൾ അതിന് തന്നെ ഇൻഡിക്കേറ്റർ ഒന്ന് പോയേക്കണ വയർ ഏതാണെന്ന് നോക്കുക. അകത്തേക്കാണ് ആ വയറൊന്ന് വലിച്ചു നോക്കുക. അപ്പോൾ വലിക്കുമ്പോൾ അകത്ത് ആ വയർ നമുക്ക് കാണാൻ പറ്റും. ഇതാണ് ആ വയർ. ഇതാണ് അപ്പോൾ ഇൻഡിക്കേറ്ററിൻ്റെ വയർ. ഇനി അത് നമ്മൾ ആ കപ്ലറൊന്ന് ഊരിയെടുക്കുക. അതിൻ്റെയും കപ്ലർ നമ്മൾ ഊരിയെടുത്തിട്ടുണ്ട്. ഇനി ഈ കപ്ലർ ആദ്യം പറഞ്ഞ പോലെ തന്നെ
ഞാനിപ്പോൾ ഓൾറെഡി വേറൊരു ലൈറ്റിന് വേണ്ടി ഇൻഡിക്കേറ്ററിൽ നിന്ന് ഒരു വയർ ലൂപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നേരത്തെ ടേപ്പ് കൂട്ടിച്ച് വെച്ചാണ്. സാധാരണ ഇങ്ങനെ ടേപ്പൊന്നും ഉണ്ടാവില്ല, ഡയറക്റ്റ് നേരെ കിടക്കുന്ന കണക്ഷൻ ആയിരിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ നെഗറ്റീവ് വയർ ബ്ലാക്ക് ആയിരിക്കും. എല്ലാ വണ്ടിയുടെയും നെഗറ്റീവ് വയർ ബ്ലാക്ക് ആയിരിക്കും. നമുക്ക് എടുക്കേണ്ടത് പോസിറ്റീവ് വയറാണ്. പോസിറ്റീവ് വയറുമ്പോൾ ഒന്നെങ്കിൽ അതിൽ കളറായിരിക്കും, അല്ലെങ്കിൽ ഇതുപോലൊരു ലൈൻ ഉണ്ടാവും വയറുമ്പോൾ, ഇതുപോലൊരു വരയുണ്ടാവും. അപ്പോൾ ആ വയറാണ് നമുക്ക് ലൂപ്പ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ആദ്യം കാണിച്ച പോലെ തന്നെ ഒരു വയറിൻ്റെ പീസ് നമ്മുടെ പോസിറ്റീവ് വയറിന്, ഇൻഡിക്കേറ്ററിൻ്റെ പോസിറ്റീവ് വയറിലേക്ക് ജോയിൻറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒന്നെങ്കിൽ കപ്ലറിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വയർ കയറ്റി വെച്ചിട്ട് കുത്തിയാൽ മതി, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഓൾറെഡി ഇവിടെ ലൂപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുമ്മ കൂടെ തന്നെ ഒരു വയർ പിരിച്ച് വെച്ചാൽ മതി. എനിക്ക് നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ, വെറുതെ കട്ട് ചെയ്തതിൻ്റെ സ്റ്റാൻഡേർഡ് കളയണ്ടെന്നുണ്ടെങ്കിൽ ഈ ആദ്യം പറഞ്ഞ പോലെ അകത്ത് ആ കപ്ലറിൻ്റെ ഉള്ളിൽ വയർ തള്ളി കയറ്റി വെക്കാം. അപ്പോൾ അവിടെ സേഫായിട്ടിരുന്നോളും. അപ്പോൾ ആ പോസിറ്റീവ് വയറിൽ കൂടി കൊടുത്ത ശേഷം നല്ല രീതിയിൽ തന്നെ ടേപ്പ് ഒട്ടിക്കുക. ടേപ്പ് ഒട്ടിക്കുമ്പോൾ ഒട്ടും കുറവ് വരരുത്, കാരണം ഇത് പോസിറ്റീവ് വയറായതുകൊണ്ട് ഇത് വണ്ടിയുടെ ഏതെങ്കിലും ഭാഗത്ത് മുട്ടിക്കഴിഞ്ഞാൽ സ്പാർക്കാവും. അതായത് എർത്തുമായിട്ട്, ബോഡി എർത്തുമായിട്ട് മുട്ടിക്കഴിഞ്ഞാൽ സ്പാർക്കാവും. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ടേപ്പ് ഒട്ടിച്ച് വെക്കുക. അപ്പോൾ ടേപ്പ് ഒട്ടിച്ച ശേഷം നമ്മൾ അയച്ചെടുത്ത ആ കപ്ലർ, അയ്യോ അത് കാണാനില്ല, കപ്ലർ കിട്ടിയിട്ട് പറയാം. അപ്പോൾ ടേപ്പ് ഒട്ടിച്ച ശേഷം നമ്മൾ അയച്ചെടുത്ത കപ്ലർ തിരിച്ച് ആദ്യം ഉണ്ടായ പോലെ തന്നെ തിരിച്ചാണ് കുത്തി വെക്കുക. അപ്പോൾ നമ്മൾ കപ്ലർ തിരിച്ച് കുത്തി കയറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളുടെ ഈ രണ്ട് സൈഡിലെ ഇൻഡിക്കേറ്ററിൽ നിന്നും ഇതുപോലെ ഒരേ വയർ നമ്മൾ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ അടുത്ത പണി എന്ന് പറഞ്ഞാൽ ഇതിനു വേണ്ടി നമുക്കൊരു സ്വിച്ച് ഫിറ്റ് ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മൾ ഇതിനു വേണ്ടി വെക്കാൻ ഉദ്ദേശിക്കുന്ന സ്വിച്ച്. രണ്ട് വയറുണ്ട് ഈ സ്വിച്ചിന്. ഇത് ഏകദേശം ഒരു 40 രൂപ വിലയുള്ള സ്വിച്ചാണ്. ഞാനിപ്പോൾ ഇങ്ങനത്തെ വണ്ടി ആയതുകൊണ്ട് ഹാൻഡിലും വെക്കാൻ പറ്റിയ സ്വിച്ചാണ് എടുത്തേക്കണേ. നിങ്ങൾ ഗിയർലെസ് വണ്ടിയൊക്കെ ആണെങ്കിൽ ഇതിലും കുറഞ്ഞ 20 രൂപയുടെ സ്വിച്ചൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ ഈ സ്വിച്ച് എങ്ങനെയാണ് ഫിറ്റ് ചെയ്യണമെന്ന് ഇപ്പോൾ കാണാം നമുക്ക്. അതുതന്നെ ഈ സ്വിച്ചിൻ്റെ ബാക്കിൽ റിങ്ങുമുള്ള 2 സ്ക്രൂവിൽ ഒരു സ്ക്രൂ ലൂസ് ചെയ്യാം നമുക്ക്. നമ്മൾ ആവശ്യമുള്ളിടത്തേക്ക് ഈ സ്വിച്ച് തന്നെ വെച്ചിട്ട് ഈ ബാക്കിലെ പീസ് ആ സ്ക്രൂ ചെയ്ത് തന്നെ ഫിറ്റ് ചെയ്യണം. സ്ക്രൂ നല്ല രീതിയിൽ തന്നെ ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്വിച്ചിൻ്റെ ഈ വയർ വണ്ടിയുടെ ഈ സൈഡിൽ ഇതിങ്ങനെ ഹോളുകളൊക്കെ ഉണ്ടാവും. ബുള്ളറ്റിൻ്റെ ആണെങ്കിൽ ഇങ്ങനത്തെ ഒരു ഹോൾ ഉണ്ടാവും. ഇല്ലാന്നുണ്ടെങ്കിൽ ഹാൻഡിലിൻ്റെ ഇടയിൽ കൂടെ ഏതൊരു ഹോളിൽ കൂടെ നമുക്ക് അകത്തേക്ക് എടുക്കണം ഈ വയർ. അപ്പോൾ സ്വിച്ചിൻ്റെ 2 വയർ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് വേറെ പണിയൊന്നുമില്ല. നമ്മൾ ആദ്യം ഇൻഡിക്കേറ്ററിൽ നിർത്തി ഈ 2 വയർ സ്വിച്ചിൻ്റെ ഈ 2 വയറിലേക്ക് നേരെ കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ആ വയർ ജോയിൻ്റ് ചെയ്ത് നമ്മൾ നന്നായിട്ടൊന്ന് ടേപ്പ് ഒട്ടിച്ച് കൊടുക്കുക. ഇതുപോലെ തന്നെ സ്വിച്ചിൻ്റെ അടുത്ത വയറിലേക്ക് നമ്മുടെ ഇൻഡിക്കേറ്ററിൽ നിർത്താൻ 2 വയറുണ്ടായി, അതിലടുത്ത വയറും കൂടി കണക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതും നല്ല രീതിയിൽ തന്നെ ടേപ്പ് ഒട്ടിച്ച് കൊടുക്കുക. ടേപ്പ് ഒട്ടിക്കണമൊക്കെ നല്ല രീതിയിൽ ഒട്ടും ഗ്യാപ്പില്ലാതെ തന്നെ ഒട്ടിക്കണം. ആദ്യം പറഞ്ഞ പോലെ ഇതെവിടെയെങ്കിലും പോയി ടച്ച് ആയി കഴിഞ്ഞാൽ ഷോർട്ട് ആവാൻ സാധ്യതയുണ്ട്. ഓട്ടത്തിലൊക്കെ ഇങ്ങനെ ടച്ച് ആയി കഴിഞ്ഞാൽ വണ്ടി ഓഫായി പോകും. അപ്പോൾ അതുകൊണ്ട് വെറുതെ വള്ളി ഉണ്ടാക്കി വെക്കാതെ നല്ല രീതിയിൽ തന്നെ നമ്മൾ ടേപ്പ് ഒട്ടിക്കണം. അപ്പോൾ നമ്മുടെ വർക്ക് ഇവിടെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് നടക്കണതിന് മുമ്പ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇഗ്നിഷൻ ഓണാക്കാം. എന്നിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഒന്ന് ഓണാക്കി ഇടണം. ഒരു സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇപ്പോൾ കത്തുന്നുണ്ട്. അതിനോടൊപ്പം നമ്മൾ ഈ ഒരു സ്വിച്ച് കൂടെ ഓണാക്കി കഴിഞ്ഞാൽ 2 ഇൻഡിക്കേറ്റർ കൂടി കത്തുന്നതായിരിക്കും. സംഭവം വർക്കിംഗ് ആണ് നമ്മുടെ. അപ്പോൾ ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് പഴയതുപോലെ തന്നെ അടച്ച് റെഡിയാക്കി വെക്കണം.
അപ്പോൾ നമ്മുടെ വർക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ വണ്ടിയിൽ ഹസാർഡ് ലൈറ്റ് സിമ്പിളായിട്ട് തന്നെ എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. വെറുതെ വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോയി കാശ് കളയണ്ട. പിന്നെ ഈ ഹസാർഡ് ലൈറ്റ് നമ്മളൊരു മോഡിഫിക്കേഷനിൽ വരുന്ന ഒരു സാധനമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഹസാർഡ് ലൈറ്റ് സെറ്റ് ചെയ്യുന്നതിലോ അതല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്നതിലോ ഒരു നിയമപരമായിട്ടൊരു പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഹസാർഡ് ലൈറ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞാൻ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇത് നിയമപരമായിട്ട് പ്രശ്നമില്ലാത്തൊരു മോഡിഫിക്കേഷൻ ആണെന്ന് തോന്നുന്നു. മോഡിഫിക്കേഷൻ എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് വണ്ടികളിൽ അത്യാവശ്യങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റിയ ലൈറ്റ് ആണല്ലോ അത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നിയമപരമായിട്ട് പ്രശ്നമില്ലാത്തൊരു പരിപാടിയാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഒന്ന് പറയാനുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞ പോലെ ഇൻട്രോയിൽ പറഞ്ഞ പോലെ ലോക്ക്ഡൗണും കൊറോണയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീട്ടിൽ ലോക്കാണ്. അപ്പോൾ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി എന്തായാലും വീട്ടിലിരുന്നേ പറ്റുള്ളൂ. അത് നമുക്ക് തന്നെ വേണ്ടിയുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോകളുടെ കാര്യത്തിൽ ഞാനൊരു ഉറപ്പ് പറയുന്നില്ലെങ്കിലും മാക്സിമം ഞാനൊരു വെള്ളിയാഴ്ചയ്ക്ക് വീഡിയോ ഇടാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ എൻ്റെ വീഡിയോയുടെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെയുള്ള ബെല്ലൈക്കണോട് ക്ലിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ കിട്ടുന്ന വീഡിയോകളൊക്കെ അപ്പം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോകളൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കും. പിന്നെ മാക്സിമം എല്ലാ വെള്ളിയാഴ്ച ഓരോ വീഡിയോ ഇടാൻ ശ്രമിക്കും ഞാൻ, വേറെ ഒന്നുമില്ല. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എല്ലാവരും സേഫായിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുക. വെറുതെ പുറത്തൊക്കെ കറങ്ങി പോലീസുകാരെ അടി വാങ്ങിച്ചു കൂട്ടണ്ട. അതുമാത്രമല്ല നമ്മളുടെ സേഫ്റ്റി മാത്രമല്ല മറ്റുള്ളവരുടെ സേഫ്റ്റി കൂടിയാണ് നമ്മളുടെ അടുത്ത് വീട്ടിലിരിക്കാൻ പറയുന്നത്. അപ്പോൾ അതൊക്കെ എല്ലാവരും ഫോളോ ചെയ്യുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ മുഴുവനായി കണ്ടതിന്, എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്തതിന് എല്ലാവർക്കും നന്ദി.